ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 3 ടൈപ്പ് ബാഗ്സിന്റെ വീഡിയോ ആണ്. പിന്നെ ഒരു ഷേപ്പ് വെയറും ഒരു പോസ്റ്റർ കറക്റ്റർ ബെൽറ്റിന്റെ വീഡിയോ ഉണ്ട്. അത് ആ 2 പ്രോഡക്റ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡെലിവറി ബാഗ് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൽ കാണിച്ചു തരാം. അപ്പോൾ അതിപ്പോൾ ഞാൻ അതിലെടുത്ത് വെച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്ലിം ബാഗും ഒരു ടോട്ട് ബാഗും കുറച്ച് മേക്കപ്പ് ബാഗ്സും. മേക്കപ്പ് ബാഗ് എന്ന് മാത്രമല്ല, അതൊരു ജ്വല്ലറി ബാഗ് അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ, 3. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സ്ലിം ബാഗാണ് കേട്ടോ. ഇത് നല്ല വൈറ്റ് കളർ ബാഗാണ്. ഇതിനൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടുണ്ട്, അപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. സ്ലിം ബാഗ് എത്ര വലിപ്പമുണ്ടെന്ന് വെച്ചാൽ നല്ല വലിപ്പമാണ് ഇത് വരുന്നത്. ഇതില് ആകെ ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ സിപ്പ് വരുന്നത് ഒരു ഗോൾഡൻ കളറാണ്, കാണുന്നുണ്ടോ? ഒരു ഗോൾഡൻ കളറിലാണ് ഇത് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒറ്റ കമ്പാർട്ട്മെന്റ് ഇതിലുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഇതിന്റെ പ്രൈസ് വരുന്നത്, പ്രൈസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കുക, കാരണം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ അകത്തിട്ടാണ്, ഞാൻ ഇപ്പൊ നോക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതിന് ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ ഒരു സൈസിലുള്ള ഇതൊരു സിമ്പിൾ ആയിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ലിം ബാഗാണ്. വുമൻസിനും ഗേൾസിനൊക്കെ യൂസ് ചെയ്യാം. ഇതിന് വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഏതൊരു കളർ, വൈറ്റ്, ബ്ലാക്ക് ഉണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഏതൊക്കെ കളേഴ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ്. എനിക്ക് കുറെ കാലമായിട്ട് ആഗ്രഹമാണ് ഇതുപോലെ ഒരു വൈറ്റ് സ്ലിം ബാഗ് വേണം. നമുക്ക് സിമ്പിളായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റി. കുറച്ചൊരു ഫോണും കുറച്ച് ഒരു ലിപ്സ്റ്റിക്കും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു അടിപൊളി ബാഗ് കേട്ടോ. സെക്കൻഡ് വരുന്നത് ഒരു ടോട്ട് ബാഗാണ്. ഇത് നമുക്ക് പുറത്തൊക്കെ ജീൻസിന്റെ കൂടെയും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോട്ട് ബാഗാണ്. അതൊരു ബേസിക് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ആണ് എടുത്തത്. ഇതിന് വേറെ കളേഴ്സൊക്കെ അതിൽ കിട്ടും കേട്ടോ. ഇത് ഇവിടെ ഇപ്പോൾ കുറച്ച് ഡാമേജ് ആയി. ഇത് വലിയ ക്വാളിറ്റി പറയാനില്ല കേട്ടത്. കണ്ടോ, കുറച്ച് ദിവസം യൂസ് ചെയ്തതിനപ്പുറത്ത് ഇതാ തൊലിയൊക്കെ പോരാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. ഇതിനും 100 സംതിങ് എത്രോ ആണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ സൈഡിൽ ഞാൻ അതിന്റെ റേറ്റ് കൊടുക്കാം കേട്ടോ. മ്യാവെന്നൊക്കെ എഴുതിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. 4 കാറ്റുകളുണ്ട്. പിന്നെ ഇതിന് 4 കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ്. ഈ ഒരു സൈഡിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത്ര ഉണ്ട്. പിന്നെ ഇവിടെ 2 കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഒന്നിങ്ങനെ കണ്ടോ, അതിൻ്റെ അകത്ത് ഒരു സിബ് ഉണ്ട്. ഇതിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് കിട്ടിയ സമയത്ത് അടഞ്ഞിട്ട് തന്നെ ഉണ്ടായത്. എന്നാൽ ഒരു കറക്റ്റായിട്ട് അടയാത്ത എന്തോ ഒരു പ്രശ്നമുള്ള മാതിരി നിന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോത്ത് ഇങ്ങനെ ആയിട്ടോ. ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ പോകുന്നത് കൊടുക്കാൻ കഴിയുന്ന തോന്നുന്നു, പക്ഷെ സിപ്പേ പൊട്ടിയിട്ടുണ്ട്. ഇത് കൊടുക്കാൻ കഴിയൂല കേട്ടോ. ഇനി ശരിയാക്കി കിച്ചണോടെയും കൊണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ബാക്കിയൊക്കെ ഇത് ഓക്കെയാണ്. പിന്നെ ഇത് 2-3 വട്ടം യൂസ് ചെയ്തപ്പോത്തിന് ഇതിന്റെ തൊലിയൊക്കെ പോരുണ്ട്. ഇത് ഞാനല്ല യൂസ് ചെയ്ത്, എന്റെ അനിയത്തിയാണ് കേട്ടോ യൂസ് ചെയ്തോളൂ. സ്കൂൾ കൊണ്ടതാ. അപ്പോത്തിന് രണ്ടാമത്തെ ഇങ്ങനെ ഓൾ എങ്ങനെ യൂസ് ചെയ്തെന്ന് അറിയില്ല. ഇനി റഫായിട്ട് യൂസ് ചെയ്തെന്നോന്ന് അറിയില്ല. കണ്ടത് ആ പൂച്ചിന്റെ മുഖമൊക്കെ കാണുന്നുണ്ടോ, തൊലിഞ്ഞു പോരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ടോട്ടലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഓക്കെ. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. നന്നായിട്ട് കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ നിൽക്കുമായിരിക്കും. ഏതായാലും എനിക്കിത് വലിയ ഇഷ്ടമായിട്ടില്ല.
ക്വാളിറ്റി വൈസ് ഇട്ട് കാണാനൊക്കെ ഓക്കെയാണ്. തേർഡ് വൺ വരുന്നതും ഒരു മേക്കപ്പ് ബാഗ് എന്നൊക്കെ ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്ന ഒന്ന് വാങ്ങണം. എൻ്റെ അടുത്തൊരു മേക്കപ്പ് ബാഗ് ഒന്നും ഇല്ലേനി, അപ്പോൾ വാങ്ങണം. അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു 100 സംതിങ്ങിന് ഒരു 5 ബാഗ് കിട്ടുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടോ. അപ്പൊ ഞാൻ വേഗം ഒന്നും ആലോചിച്ചില്ല, അത് വാങ്ങി. ഇത് കണ്ടോ, വലുതെന്ന് ചെറുത് അതിൻ്റെ അകത്തകത്ത് ഇങ്ങനെ ഉണ്ട്. ഇതിന് വേറെ വൈറ്റ് കളർ ഇട്ടുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ ഇങ്ങനെ പിടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്രത്തോളം ഉറപ്പിട്ടോന്നല്ലോ. ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത് പോരുമായിരിക്കും കേട്ടോ, അറിയില്ല. സൂക്ഷിച്ച് കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കും നമുക്ക് തോന്നണം കേട്ടോ. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇത് അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിപ്പോ 4 യൂസ് ചെയ്തിട്ടില്ല, 1 ഞാൻ എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതിങ്ങനെ കുറച്ച് തുറക്കുമ്പോൾ പിന്നെ റെഡി ആവും കേട്ടോ. കണ്ടോ, ഇതിന്റെ അകത്ത് സാധനം എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അടി വലിയ ഒറ്റ ലെയർ ഉള്ളൂ കേട്ടോ. വലിയ അടാറ് ക്വാളിറ്റി ഒന്നും പറയാനില്ല. എന്നാലും നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നിൽക്കും. നമ്മളെ ഒരു ബാഗ് വാങ്ങുന്ന പൈസക്ക് നമുക്കൊരു 5 കിട്ടും. അതാണ് ഇതിന്റെ ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നത്. ഒന്നിൽ നമുക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റും, ഒന്നിൽ മേക്കപ്സും, ഒന്ന് ജ്വല്ലറീസും, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേറെയൊക്കെ യൂസ് ചെയ്യാം. രണ്ടാമത് വരുന്നത് ഇതാണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ചെറുത് കണ്ടോ, ഇങ്ങനെ. ഇതിൽ ഫുള്ളി ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ട് വെച്ചേക്കാണ്. കാണിച്ചു തരുന്നു. മൈറ്റോട്ട് ഇത് കണ്ടോ, ഞാൻ ഇപ്പൊ യൂസ് ചെയ്തപ്പോ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതിൽ ഫുള്ള് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഒന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എനിക്ക് യൂസ് ചെയ്യണം. ഇതൊന്നും ഞാൻ വല്ല യൂസ് ചെയ്തില്ല, കണ്ടില്ലേ. അതായത് നമുക്ക് തുറക്കുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തത് വരുന്നത്. മൂന്നാമത്തെ ഉണ്ടോ, രണ്ടാമത്തതുമായിട്ട് ഇതായൊരു വ്യത്യാസമുണ്ട്. ഇതും അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഉള്ളതും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. ഓക്കെയാണ്. ഇതിനും പിടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോ 3 നാലാമത്തത് അതിൻ്റെ ഉള്ളിലൊരു കുട്ടി ബോക്സ്. ഇത് 5ാമത്തത്. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഈ ലാസ്റ്റത്തേനും അതിന്റെ മുന്നത്തേനും പിടിക്കാനുള്ള സംഭവമില്ല കേട്ടോ, അതിനാവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു 5 ബോക്സ് ആയിട്ടാണ് ഇത് വരുന്നത്. കൊള്ളാം, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു പ്രൈസിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഇത്ര ചെറിയ പ്രൈസിന് മേക്കപ്പ് പൗച്ചിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. ഒന്ന് വാങ്ങുന്ന പൈസക്ക് നമുക്ക് 5 കിട്ടും. അപ്പൊ ഇതാണ് 3 ഞാൻ വാങ്ങിച്ച സാധനങ്ങള്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇനിയൊരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ബ്ലഷസിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിനി, എന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ വീണ്ടും വാങ്ങിയത് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അത്യാവശ്യം വേഗം ഒന്നും പോവില്ല, അങ്ങനത്തെ വേഗം പോകുന്ന ലിപ്സ്റ്റിക് ഇല്ല. കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടത്. അത് ഒരു റെഡ് ഷെയ്ഡും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡുമാണ് അതിലുണ്ടാവുക. നോക്കട്ടെ, നമുക്ക് അവിടെ ഇവിടെയാണ്, ഇത് അടുത്തുണ്ടോ നോക്കട്ടെ. ഒരു ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ. അതാണ് ഇപ്പൊ ഞാൻ ഇട്ടത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എനിക്ക് പ്രോഡക്റ്റ് വെറുതെ കളയാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ കുറച്ചാ. രണ്ടാമത്തത് വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ്. ഒരു പിങ്ക്, വേറെ ന്യൂഡ്. ഇത് കണ്ടോ, ചെറിയ വ്യത്യാസമുള്ളൂ. ഈ ബ്രൗണും പിങ്കും ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടോ. രണ്ടാമത് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതും മീഡിയം ഇതിന്റെ ഒക്കെ ഒരു സ്കിൻ ടോണ്, അധികം വെള്ളമൊന്നുമില്ല, ഒരു
മീഡിയം സ്കിൻ ടോൺകാർക്കൊക്കെ മാച്ചായി പോകുന്ന ഷെയ്ഡാണ് ഇത് മൂന്നും. ഈ ഒരു ഷെയ്ഡ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്. വ്യത്യാസം വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണിത്. പിന്നെ എല്ലാവർക്കും ചേരുമല്ലോ. ഇത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇവിടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് അങ്ങനെ യൂസ് ചെയ്യും. വീഡിയോസിനൊക്കെ ചിലപ്പോൾ ഇടും. പുറത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ റെഡ് ഇട്ട് പോകാറില്ല. എനിക്കിഷ്ടമാണ്, ഇഷ്ടമല്ല. ഇതാണ് 3 ഷെയ്ഡ് വരുന്നത്. കണ്ടു കാണാൻ വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു 3 ഷെയ്ഡും നമ്മൾ മീഡിയം സ്കിൻ ടോണുള്ള എല്ലാവർക്കും മാച്ചായി പോകുന്ന ഷെയ്ഡാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തത്. അപ്പോ ഇതിനും 100 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് ഒന്നും കൂടുതലില്ല. ആ ഒരു വിലക്ക് ഇതിന്റെ ഇത് 3 കിട്ടും. അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ വീണ്ടും ഇട്ടാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒരു ഒരിക്കൽ പോകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അതിനുള്ള അവസരം ഒന്നും കിട്ടൂല. എപ്പോഴും നമുക്ക് ഒന്ന് ഒരു വട്ടം അപ്ലൈ ചെയ്താൽ കുറച്ചു നേരം നിൽക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് അത്ര പെട്ടെന്ന് പോകുന്ന ലിപ്സ്റ്റിക് ഒന്നല്ല, എന്നാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗും അല്ല. ഇതങ്ങനെ നമ്മള് വെള്ളം കൊണ്ട് തുടച്ച് കളഞ്ഞാലൊന്നും അങ്ങനെ പോവില്ല. ഇത് നമ്മള് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് റിമൂവ് ചെയ്താലാണ് പെട്ടെന്ന് പോവുക കേട്ടോ. ഓയിലൊക്കെ ആയാലേ വേഗം പോവും. അല്ലാതെ പെട്ടെന്ന് വെള്ളം കുടിച്ച് വിചാരിച്ചാണ്ട് ജസ്റ്റ് ഒന്ന് തോത്തിയാലൊന്നും അത് പോവില്ല കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ വാങ്ങിയത്. ഇനി പിന്നെ വാങ്ങിയൊരു സാധനമാണ് പോസ്ചർ കറക്റ്റർ ബെൽറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്, 9 month ആയി. അപ്പോൾ എനിക്കിപ്പോൾ അത് ഇട്ടിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് വീഡിയോസൊന്നും ചെയ്യാത്തത്. പിന്നെ ഞാനത് ഡെലിവറി പാക്കിങ്ങിന്റെ വീഡിയോ ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അത് അതിലിട്ട് വെച്ചിരുന്നു. പ്രസവം കഴിഞ്ഞ് ഉടനെ ഇട്ട് നോക്കാനുള്ളത് ഇപ്പം ഇടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ അനുഭവം ഞാൻ ചെയ്യാം കേട്ടോ. മലയാളത്തിൽ അത്രക്കൊന്നും ആ ഒരു വീഡിയോ ആരും ചെയ്ത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങള്, ആണുങ്ങളൊക്കെ പിന്നെയും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിനെ കുറിച്ച് അറിയാൻ ഭയങ്കര താല്പര്യമാണ്. ഞാൻ എപ്പോഴും പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല. അപ്പൊ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നറിയാം. ഞാൻ കുറച്ചേരൊക്കെ ഇങ്ങനെ മര്യാദക്കിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓർമ്മയില്ലാതിരിക്കും. അപ്പൊ എനിക്കതൊന്ന് മാറുമെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എങ്ങനെ ഉണ്ട് എന്നൊക്കെ കണ്ടിട്ട്. ക്വാളിറ്റി ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഷേപ്പ് വെയർ തന്നെ പറയാം. അപ്പൊ അതും വാങ്ങിയിട്ടുണ്ട് ഞാന്. അത് ഞാന് ആ ബാഗിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം പ്രസവം കഴിഞ്ഞ് ഉടനെ ഇട്ട് നോക്കണം എന്നുള്ളൊരു ഇതിലിപ്പോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വീഡിയോ ഞാന് ആ ഡെലിവറി ബാഗ് പാക്കിന്റെ വീഡിയോയിൽ ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്റെ അനുഭവം എന്താ, എനിക്കത് യൂസ്ഫുൾ ആയോ ഇല്ല എന്നൊക്കെ ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 1 month കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതിനുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോസിലിട്ട സാധനത്തിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജെനുവിനായിട്ട് തന്നെ. ആ ഒരു ടോട്ട് ബാഗിന്റെ കാര്യം ഞാൻ കുറച്ച് ദിവസം ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് തൊലിയൊക്കെ പോരാൻ തുടങ്ങി. അതിന്റെ സിബ് ആദ്യം തന്നെ കുറച്ച് സീനായിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാനൊന്നും മൂടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. ബാക്കിയൊക്കെ പ്രോഡക്ട്സ് അത്യാവശ്യം നല്ല, ലിപ്സ്റ്റിക് നല്ലതാട്ടോ. ആ ഒരു പ്രൈസിന് അത് എന്തായാലും വേർത്തായിട്ടുള്ള സാധനമാണ്. ഞാൻ അതുകൊണ്ട് റീപർച്ചേസ് ആണ് എൻ്റെ. പിന്നെ മേക്കപ്പ് പൗച്ച് ഞാൻ പറഞ്ഞ മാതിരി
ഈ ഒരു 5 കിട്ടും. അതാണ് ഇതിന്റെ ഗുണം. പക്ഷെ ഇഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്തൊക്കെ നോക്കൂട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.